നമസ്കാരം. എല്ലാവർക്കും രശ്മിസരൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കുക്കറിൽ എങ്ങനെയാണ് നല്ലൊരു ടൊമാറ്റോ ബാത്ത് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നല്ല ടേസ്റ്റുള്ള റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉരുകാത്ത നെയ്യാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ ഒരു 10-12 വെളുത്തുള്ളിയും ഒരു എരിവ് കുറഞ്ഞൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതാണ് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഗ്രീൻ പീസ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഗ്രീൻ പീസ് എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹൈബ്രിഡ് തക്കാളി 3 എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നാടൻ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 3 എടുക്കേണ്ട ആവശ്യമില്ല, 2 എടുത്താൽ മതിയാകും. നമ്മൾ ഉണ്ടാക്കുന്ന റൈസിന് കുറച്ചും കൂടി ഒരു പുളി ഉണ്ടാവുന്നേ ഉള്ളൂ. അതുപോലെ ഏത് തക്കാളി ആണെങ്കിലും നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാൻ. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് പിരിയമുളക് പൊടി. പിരിയമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ റൈസിന് നല്ല കളറും ഉണ്ടാവും, എന്നാൽ അത്ര എരിവും ഉണ്ടാവില്ല. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിരിയമുളക് പൊടി ആയതുകൊണ്ട് സാധാരണ മുളക് പൊടി ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ സമയം ഒന്ന് വാട്ടിയെടുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറിക്കിട്ടുള്ളൂ. സാധാരണ മുളക് പൊടിയാണ് ഇടുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് പുതിനയില അരിഞ്ഞതും 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരി വേവുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ സാധാരണ പച്ചവെള്ളമാണ്, തിളയ്ക്കാനുള്ളത് കൊണ്ടാണ് പച്ചവെള്ളം ഒഴിച്ചത്. ഇനി ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം കൂടി ഒഴിച്ചിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തം ഉപ്പും ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അരി ഇടാം. ഞാനിവിടെ കൈമ റൈസ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്, 200 ഗ്രാം അരി. ഇനി ബസ്മതി റൈസ് വേണമെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. അരി കഴുകിയിട്ട് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്, കുതിരാനായിട്ടൊന്നും വെക്കുന്നില്ല. കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്തു പോകും. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. അടച്ചതിന് ശേഷം ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ മുഴുവനും വറ്റിയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഓരോ ചോറും ഒന്നൊന്നിൽ തൊടാതെ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചോറ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആവിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത്രയൊരു കളറ് നല്ല പഴുത്ത തക്കാളീൻ്റെയും അതുപോലെ തന്നെ പിരിയമുളക് പൊടിൻ്റെയും കളറാണ്. അല്ലാതെ റൈസിന് ഒരുപാട് എരിവൊന്നുമില്ല. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അതുപോലെ ആദ്യം നമ്മൾ ചേർത്തിരുന്ന പച്ചമുളക് ചതച്ചിടണമെന്നില്ല, ഒന്ന് കീറിയിട്ട് കൊടുത്താലും മതി. ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നന്ദി.